ശ്രീലേ നമസ്കാരം. നമസ്തേ പ്രശാന്ത്. ശ്രീലേ, നമ്മുടെ തമിഴ്നാട്ടിൽ മുൻ ഉപമുഖ്യമന്ത്രി DMK-യുടെ യുവ നേതാവ് നമ്മുടെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്, തമിഴ്നാട് പോലീസ്. അതായത് നടി തൃഷയെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഉദയനിധി സ്റ്റാലിൻ ചെയ്ത തെറ്റ്? പോലീസിന്റെ കസ്റ്റഡി അതൊരു അറസ്റ്റിലേക്ക് നീങ്ങുമോ? ഉദയനിധി റിമാൻഡിലാകാനുള്ള സാധ്യത ഉണ്ടോ? ഏതൊക്കെ കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഇപ്പൊ ആദ്യം നമുക്ക് ഇപ്പൊ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്, തൃഷയ്ക്കെതിരെ വിവാദ പരാമർശം നടത്തിയ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നാണ്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. നീലാങ്കരയിലെ വസതിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോ ആദ്യഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അതായത് ഒരു കാരണവും കൂടാതെ രാഷ്ട്രീയത്തിൽ സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാര് പുരുഷന്മാർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല. പുരുഷന്മാരെ ആരും അങ്ങനെ ആക്രമിക്കുന്നതായി കണ്ടിട്ടില്ല. സ്ത്രീകൾ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ തന്നെ എന്തെങ്കിലും വ്യക്തമായ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക്, അത് സ്ത്രീയും പുരുഷനും എല്ലാം ചെയ്യുന്ന ഒരു പണിയാണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു വ്യക്തിയെ ഒരു സമൂഹത്തിൽ പറയുന്ന ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയപരമായ അഭിപ്രായം പറഞ്ഞാലും, ഏതെങ്കിലും കാര്യത്തിൽ ഉറച്ച അഭിപ്രായം പറഞ്ഞാലും, ഏതെങ്കിലും തരത്തിൽ കൃത്യമായ നിലപാടെടുത്താലും അത്തരം സ്ത്രീകളെ അപമാനിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. നോക്കൂ, ഇവിടെ തന്നെ വിജയ് മുഖ്യമന്ത്രിയായിരിക്കുന്നു, തൃഷയുണ്ട്. ഈ വിജയ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്ത് വിജയ് അല്ല ആക്ഷേപിക്കുന്നത്. വിജയും തൃഷയും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ്. അതിലാരും ശരിയോ അല്ലെങ്കിൽ ആരും തെറ്റോ ഇല്ല. കുറ്റക്കാരെന്ന് ഞാൻ പറയുന്നത്, ഒരു ബന്ധത്തിൽ രണ്ടുപേരെ ആരെയെങ്കിലും ഒരാളെ കൈ ചൂണ്ടുകയാണെങ്കിൽ ആ ബന്ധത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ്, ഒരു വ്യത്യാസം. ഇൻവോൾവ്ഡ് ആണ്. പക്ഷെ അവിടെയും തൃഷയെ മാത്രം, ആ രാഷ്ട്രീയ രംഗത്തില്ല തൃഷ, സിനിമാ രംഗത്തുള്ള തൃഷയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന്റെ സാങ്കേതികത്വം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അതും കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല, ആ കോണ്ടെക്സ്റ്റിൽ ഒരു കാര്യമില്ലാത്തൊരു കോണ്ടെക്സ്റ്റിലേക്ക് വലിച്ചഴക്കുകയാണ്. തൃഷയുമായി എന്താണ് ബന്ധം? ഒരു നിമിഷം ഞാൻ മനസ്സിലാക്കുന്നത്, മോശമായ ഭാഷ, മ്ലേച്ഛമായ ഭാഷ, അശ്ലീലം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ. അങ്ങനെയാണ് വാർത്തകൾ പലതും വരുന്നത്. അതിൽ എത്ര സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം പല ചാനലുകളും പല രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് മ്ലേച്ഛമായ ഭാഷ ആയതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ കസ്റ്റഡിയിൽ എടുക്കുന്ന, വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇത് നേരത്തെയും തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ആദ്യമല്ല. ഇവരുടെ പാർട്ടിയുടെ സ്ത്രീവിരുദ്ധ നിലപാടുകൾ ആദ്യമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് DMK നേരത്തെ ഇത്തരത്തിൽ തന്നെ ഇതിലും മ്ലേച്ഛമായി ഒരുപക്ഷെ ശാരീരിക ആക്രമണം വരെ നടത്തിയതാണ് ജയലളിതയെ. നമുക്കറിയാവുന്ന കാര്യമാണ്. അതും നിയമസഭയ്ക്കുള്ളിൽ വെച്ച് തീർച്ചയായിട്ടും പരിരക്ഷ കിട്ടേണ്ട നിയമസഭയ്ക്കുള്ളിൽ വെച്ച് ഒരു MLA-യെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അവരെ ഏറ്റവും മ്ലേച്ഛമായി അവരുടെ ഡ്രസ് അടക്കം വലിച്ചു കീറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനുശേഷം അവർ അവർ അവിടെ പ്രതിഷേധത്തിലിരിക്കുകയും അവർ പിന്നീട് ഞാനിവിടെ മുഖ്യമന്ത്രിയായി അവർ അതിന്റെ ഒരു വാശിയോ എന്തോ അവർക്ക് അതിൽ നിന്നുണ്ടായ ഒരു വാശിയിൽ നിന്ന് തന്നെയാണ് അവർ വീണ്ടും മുഖ്യമന്ത്രിയായി അവിടെ എത്തിയതും കരുണാനിധി അടക്കം ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും സ്ത്രീകളെ ഇത്തരത്തിൽ എപ്പോഴും, അത് കേരളീയ പൊതുസമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ ഏതെങ്കിലും വ്യക്തിപരമായ വിഷയത്തെ എടുത്ത് ചിലപ്പോൾ ഒറ്റ കാര്യം മതി, ഏതെങ്കിലും ഒരു കാര്യം മതി. ആ കാര്യം ഇപ്പോ ഏതെങ്കിലും ഒരു വിവാഹം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രണയം, ഇത് മനുഷ്യന്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രണയം, പ്രണയപരാജയം, വിവാഹമൊക്കെ മനുഷ്യന്റെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. അതൊരു മോശപ്പെട്ട കാര്യവുമല്ല. ഒരാളെ പ്രണയിക്കുന്നതോ അത് പരസ്പര സമ്മതത്തോടെ വേർപിരിയുന്നതോ അല്ലെങ്കിൽ രണ്ടുപേരും സ്വാഭാവികമായി വേർപെട്ടു പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിവാഹം കഴിക്കുന്നതോ വിവാഹമോചിതരാകുന്നതോ ഒക്കെ അതൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇനി അത് കുറ്റകരമാകുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ പരസ്പരം സമ്മർദ്ദ ശക്തിയായി ഏതെങ്കിലും തരത്തിൽ അത് പണത്തിന് വേണ്ടി അവരെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഹണി ട്രാപ്പ് പോലെ ബന്ധമുണ്ടാക്കി ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരാളെ സ്നേഹിക്കുന്നു, ചിലപ്പോൾ പ്രണയം സ്വാഭാവികമായി ഉണ്ടാകും, പ്രണയ പരാജയം ഉണ്ടാകും. ആ പരാജയത്തിൽ ചിലപ്പോൾ ആ സമയത്ത് തമ്മിൽ തർക്കവും വഴക്കും ഒക്കെ ഉണ്ടാകും. പിന്നീട് അവരൊക്കെ രണ്ടു വഴി പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ വിവാഹം കഴിക്കും, വിവാഹമോചിതരാകും. ഇതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമായി ചിത്രീകരിക്കുകയും വ്യക്തിപരമായി അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ, ഇന്ന് വരെ നമുക്കറിയാം വിജയുടെ ഭാര്യ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള അവർ വിവാഹമോചനത്തിന് ഫയൽ ചെയ്തു എന്നുള്ളതല്ലാതെ പൊതുസമൂഹത്തിൽ വന്ന് അവരൊന്നും പറഞ്ഞിട്ടില്ല.
ഇവിടെ അതെ ആരാണ് ശരി ആരാണ് തെറ്റെന്നൊന്നും നമുക്കറിയില്ല, ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അവിടെ ഇവർ ആ. തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് പോലും അറിയില്ല. നല്ല സൗഹൃദങ്ങളെ പോലും ഒരുപക്ഷെ രാഷ്ട്രീയത്തിലോ വ്യക്തിപരമായോ നല്ല സൗഹൃദങ്ങളെ പോലും അത്തരത്തിൽ കാണുന്നവരാണ്. അല്ല, എനിക്കൊക്കെ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ പല സുഹൃത്തുക്കളെയും പലർ തെറ്റിദ്ധരിക്കുകയും പലരെ കുറിച്ചും കഥകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും അവരെന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഈ പറഞ്ഞ ഈ കഥകൾ ഉണ്ടാക്കിയ പലരും അന്നും എന്റെ സുഹൃത്താണ്, ഇന്നും എന്റെ സുഹൃത്താണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ബോധ്യപ്പെടുമായിരിക്കും. പക്ഷെ ആ ഇനിഷ്യൽ സ്റ്റേജിൽ അതെ അത് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാകും മനുഷ്യർക്ക്. മനുഷ്യർ ഒരാളെ ഇങ്ങനെ നിരന്തരമായി ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നത് ശരിയായ അല്ല, പക്ഷെ കാര്യമല്ല. ശ്രീലെ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ അങ്ങനെ നിരുത്തരവാദപരമായി തെറ്റിദ്ധരിക്കപ്പെട്ട് ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്താൻ പാടുണ്ടോ? അത് ഒരിക്കലും വാസ്തവത്തിൽ പാടില്ല. അത് തെറ്റിദ്ധരിക്കപ്പെട്ടാലും ഗുരുതരമായ തെറ്റ് ശരിയായ തന്നെയാണ്. കാര്യമാണെങ്കിലും, പ്രശാന്ത്, തെറ്റിദ്ധരിക്കപ്പെട്ടാലും ശരിയായ കാര്യമാണെങ്കിലും ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് തൃഷയും വിജയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് ആരെയാ? വിജയുടെ ഫാമിലിയെ ബാധിക്കണം, അല്ലെ തൃഷയുടെ ഫാമിലിയെ ബാധിക്കണം. ഇതിനപ്പുറത്തേക്ക് അതെ ആരെയും ഇത് ബാധിക്കുന്ന വിഷയമല്ല. ഭരണപരമായ അതെ കാര്യങ്ങളെ ഇത് ബാധിക്കുന്നില്ല. തൃഷ ഭരണപരമായി അന്ന് ആ പിന്നെ ഇതിന് പ്ലഡ്ജിന് വന്നു എന്നുള്ളതല്ലാതെ വേറെ ഏതെങ്കിലും സമയത്ത് തൃഷ എവിടെയും വന്നിട്ടില്ല. തൃഷ ആരോടും ഈ ഈ കാര്യങ്ങൾ എടുത്തു വെച്ച്, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആൾ, അല്ലെങ്കിൽ എനിക്ക് സുഹൃത്ത്, അല്ലെങ്കിൽ കാമുകൻ, ആരായാലും അവർ അവരെങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമ്മർദ്ദ ശക്തിയെ ആരോടും ഒന്നിനും വരുന്നില്ല. ഇവിടെ കാവേരി അതെ നദീതലയർക്കം ചർച്ച ചെയ്യുമ്പോൾ ഒരു ഏറ്റവും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ളവരാണ് ഇത്തരം ചർച്ചകളിലേക്ക് പോകുന്നത്. അവർക്ക് മറ്റൊന്നും പറയാനില്ല, അവരുടെ ഫ്രസ്ട്രേഷൻ കൂടി തീർക്കുകയാണ്. അല്ലാതെ എന്താണ് കാര്യം? അതെ കാവേരി നദീജല തർക്കവും അവിടെ തൃശ്ശയുമായി എന്താണ് തൃഷയുമായിട്ട് ബന്ധമുള്ളത്? എന്ത് ബന്ധം? ആ അവിടെ തൃശ്ശയെ അക്കാര്യത്തിൽ വലിച്ചഴിക്കേണ്ട കാര്യം എന്താണ്? രാഷ്ട്രീയപരമായി തനിക്ക് ചെയ്യാൻ സമയമില്ല. ഒരു രാഷ്ട്രീയ വിമർശനമൊക്കെ ആകാം, പക്ഷെ രാഷ്ട്രീയ വിമർശനത്തിൽ ഒരേപോലെ നിൽക്കുന്ന സ്ത്രീയും പുരുഷനും ഒരേപോലെ നിൽക്കുന്ന ഒരു പ്രവൃത്തിയിൽ സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന്റെ സാങ്കേതികത്വം എനിക്ക് മനസ്സിലാവുന്നില്ല. പൊതുവെ എല്ലാവരും ചെയ്ത കാര്യം ഇത് തന്നെയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ട്, ആ പ്രണയം പരാജയപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു വിവാഹാലോചന വരുമ്പോൾ അത് പറയും. നേരെ മറിച്ച് പുരുഷന്റെ പ്രണയങ്ങളൊന്നും ഇത്തരത്തിൽ കൗണ്ട് ചെയ്യപ്പെടുകയോ പിന്നീട് ഓഡിറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. സ്ത്രീകളുടെ പ്രണയങ്ങളെല്ലാം ചർച്ചയാകില്ല. ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ് നാട്ടിലുള്ളവരെല്ലാം ഇരുത്. നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നതാണ്. ആരെങ്കിലും പണ്ടൊരു പ്രണയം ഉണ്ടെങ്കിൽ ആ പ്രണയം ജീവിതാവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കും, അവർക്ക് പ്രണയം ഉണ്ടായിരുന്നു, ആ പ്രണയം. ഇത് പുരുഷന് ബാധകമല്ല. പുരുഷൻ ഇതിനിടയിൽ 50 പേരെ പ്രണയിച്ചിട്ടുണ്ടാവും, അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബാധകമേ അല്ല. അല്ല, അവിടെയാണ് ഈ ഇവിടെയും ഹിപ്പോക്രസി നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അത് തന്നെയാണ്. ഇപ്പൊ DMK രംഗത്ത് വരുന്നത് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, അതായത് കാവേരി നദീജല സത്യത്തിൽ പ്രശ്നത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന്. പ്രണയത്തിന് എന്ത് പ്രസക്തി? രാഷ്ട്രീയം, കാവേരി നദീജല തർക്കം, ഒരു സംസ്ഥാനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, അതിൽ വിജയുടെ പ്രണയത്തിനോ തൃശ്ശയുടെ പ്രണയത്തിനോ എന്താണ് പ്രസക്തി? എന്തെങ്കിലും അത് പ്രസക്തിയുള്ള കാര്യമാണോ? അത് അവരുടെ അല്ല, വ്യക്തിപരമായ കാര്യമല്ലേ? ഇത് ചിന്തിക്കേണ്ടത് DMK-കാരാണ്. അവരത് ചെയ്തില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയും DMK ചില രംഗത്ത് സമയങ്ങളിൽ പ്രശ്നം ഉണ്ടാകും. ഇതിപ്പോ പറയുമ്പോ ചില സമയങ്ങളിൽ പ്രശ്നം ഉണ്ടാകും. കേരളത്തിൽ KB ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ പ്രശ്നം ഉണ്ടായി. പക്ഷെ KB ഗണേഷ് കുമാറിന്റെ ഭാര്യ പരാതിയുമായി മുഖ്യമന്ത്രിയെ കണ്ടു. ഗുരുതരമായി അതെ അവർക്ക് അതെ ഗാർഹിക പീഡനമേറ്റു. അവരതിൽ കേസ് ഫയൽ ചെയ്തു. അപ്പോഴാണ് ഇത് അതെ പ്രശ്നമാകുന്നത്. അല്ലാതെ പരസ്പര സമ്മതത്തോടെ വേർപിരിയാൻ തീരുമാനിക്കുകയും അല്ലെങ്കിൽ കോടതിയിൽ കേസ് നടക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തിൽ അയാൾക്ക് മറ്റൊരാളോട് സൗഹൃദം ഉണ്ടെങ്കിലോ മറ്റൊരാൾക്ക് അവരോട് സൗഹൃദം ഉണ്ടെങ്കിലോ അതിനകത്ത് എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിക്കുന്നത്. അതിൽ എന്താണ് പറയാനുള്ളത്? അത് അവർ രണ്ടും കൂടെ തീരുമാനിച്ചോ അല്ല എന്ത് ചെയ്യണമെന്ന്. അതിനകത്ത് ഈ ഉദയനിധി സ്റ്റാലിൻ ഇതിനകത്ത് കയറി ഇടപെടേണ്ട കാര്യമേ ഇല്ല. ഒരുപക്ഷെ സിനിമാ നടി അല്ല ആയതുകൊണ്ട് ഉദയനിധി സ്റ്റാലിന് നോട്ടം ഉണ്ടായിരുന്നിരിക്കും. അത് നടക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന്. ഈ അത് അല്ല കാവേരി അതുകൊണ്ടാണല്ലോ. നദീജലമൊക്കെ സംസാരിക്കേണ്ട കാര്യമുള്ള വിഷയമാണ്. അപ്പൊ ആ ഫ്രസ്ട്രേഷൻ എത്രത്തോളം ഇയാളുടെ മനസ്സിൽ, ഉദയനിധി സ്റ്റാലിന്റെ മനസ്സിൽ തൃശ്ശയോടുള്ള ആ ഒരു പ്രശ്നം എത്രത്തോളം തൃശ്ശയെ വിജയുടെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ആയിപ്പോയതിന്റെ ഒരു വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ എടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലാവുന്നത്. ഒരു ഇത് ബന്ധവും നമുക്ക് ഇല്ലാത്ത നമുക്ക് കാര്യമല്ലേ? മുമ്പും ഇത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയാം, അല്ലെ? അതെ ഡെങ്കു, അതെ മലേറിയ പോലെയുള്ള വൈറസുകളെ നമ്മൾ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അതുപോലെ സനാതന ധർമ്മത്തെയും ഉന്മൂലനം ചെയ്യണം എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പണ്ട് ആവശ്യപ്പെട്ടത്. അതിന്റെ ഫലമാണ് ഇപ്പൊ 50 സീറ്റുമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് DMK. ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് DMK ഇപ്പോ ഇതിന് ന്യായീകരണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാവേരി നദീജല പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തതിന്റെ ആ വീഴ്ച മറച്ചു വെക്കാനാണ് ഇത്തരത്തിൽ പിന്നെ വ്യാജ ചില നരേറ്റീവുകളുമായിട്ട് TVK, നമ്മുടെ വിജയിന്റെ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസ് ഈ അറസ്റ്റിലേക്ക് പോയത് ശരിയാണോ? അത്തരത്തിലൊരു രാഷ്ട്രീയ കളിയാണോ? അതിനപ്പുറത്ത് എന്തെങ്കിലും ഇതിനകത്തുണ്ടോ?
അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ അത് ചർച്ച അവസാനിപ്പിക്കാം. പക്ഷെ ഇതിനകത്ത് ഈ രാഷ്ട്രീയ കളിയാന്ന് പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, കാവേരി നദീജല തർക്കം പരിഹരിക്കണം, അത് പരിഹരിക്കേണ്ട പ്രശ്നമാണ്, ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിന് മുഖ്യമന്ത്രിയെ പരിഹരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി വിമർശിക്കണം. അവിടെ ഒരു സ്ത്രീയെ വലിച്ചഴക്കേണ്ട കാര്യം എന്താണെന്ന് എന്റെ ചോദ്യം. അതൊരു രാഷ്ട്രീയ വിഷയമല്ല. സ്ത്രീകളെ ആക്രമിക്കുകയും സ്ത്രീകളെ മോശം പറയുക, അത് രാഷ്ട്രീയത്തിൽ ഇല്ലാത്തൊരു സ്ത്രീ. ആ സ്ത്രീയെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. കാവേരി നദീജല തർക്കം, സത്യത്തിൽ ഈ കാവേരി നദീജല തർക്കം എന്താണെന്ന് പോലും ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന തൃശയ്ക്ക് അറിയുക പോലും ചെയ്യണമെന്നില്ല. അവരെ എന്തിനാണ്, ഒരു സിനിമാക്കാരിയായ അവരെ എന്തിനാണ്, സിനിമാ നടിയെ അവരെ എന്തിനാണ് ഈ വിഷയത്തിൽ പിടിച്ചിരുന്നത്? അപ്പൊ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ, ഒരാളെ അതിനുള്ള ശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാവേരി നദീജല തർക്കത്തെ കുറിച്ച് പറയുമ്പോൾ ആ തർക്കത്തെ കുറിച്ച് നമുക്ക് പറയേണ്ട വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറയുക. ഈ മറ്റു വിഷയങ്ങളെ കുറിച്ച് പറയുന്നതുകൊണ്ടാണല്ലോ വിഷയം ഡൈവേർട്ടഡ് ആയി പോകുന്നത്. ഇവിടെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇയാൾ സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരും ആർത്ത് വിളിച്ച് ഇവരുടെ പേര് പറഞ്ഞ് ആക്ഷേപിക്കായിരുന്നു എന്നാണ്. തൃഷ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം പേര് പറഞ്ഞ് ആക്ഷേപിക്കായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ബോധ്യം വരുന്നത്? ഇവരുടെ പ്രശ്നം ജെനുവിനല്ല, ഇത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ്. ജെനുവിനായ ഒരു വിഷയം ഉന്നയിക്കുന്ന ആരും ഇത്തരത്തിലുള്ള പ്രശ്നം ഉന്നയിക്കാറില്ല. നമ്മൾ ഒരു വ്യക്തിയെ കൗണ്ടർ ചെയ്യുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ സ്ത്രീകളെ പറയേണ്ട കാര്യം എന്താ? സ്ത്രീകൾക്ക് പരാതി ഉണ്ടോ? ഏതെങ്കിലും സ്ത്രീ പരാതിയുമായി വന്നിട്ടുണ്ടോ? വിജയുടെ ഭാര്യ പരാതിയുമായി വന്നിട്ടുണ്ടോ? വിജയുടെ കുടുംബം പരാതിയുമായി വന്നിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഇതിലേക്ക് വലിച്ചിഴക്കുക എന്ന് പറയുമ്പോൾ ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രാഷ്ട്രീയ രംഗത്ത് വരുന്ന സ്ത്രീകളെ ആക്രമിച്ച ചരിത്രമുള്ള DMK ഇതുപോലെ മായാവതിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളെ ആക്രമിക്കുക, സ്ത്രീകൾക്ക് ബഹുമാനം നൽകാതിരിക്കുക, വ്യക്തിത്വമുള്ള സ്ത്രീകളെ മോശക്കാരായി ചിത്രീകരിക്കുക, അവരുടെ വ്യക്തിപരമായ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, മറ്റൊന്നും പറയാനില്ലാത്ത ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നോക്കിയോ, അങ്ങനത്തെ അത്തരം വർത്തമാനങ്ങൾ പറയുകയുള്ളൂ. മര്യാദയ്ക്ക് ജീവിക്കുന്നവരും മര്യാദയ്ക്ക് കാര്യങ്ങൾ നോക്കുന്നവരും കൃത്യമായി വിലയിരുത്തുന്നവരും അത്തരം വിഷയങ്ങളൊന്നും പറയില്ല. ഒരു വ്യക്തിയുടെ ഏറ്റവും വ്യക്തിപരമായ കാര്യമായിരിക്കും ഒരു വിവാഹം, പ്രണയം തകരുന്നതിന് റീസൺ ഉണ്ടാവും, വിവാഹം തകരുന്നതിന് റീസൺ ഉണ്ടാവും. അവർക്ക് വ്യക്തികളെ മാത്രം ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. അത് സമൂഹത്തിൽ എന്തിനാണ് അത്തരം വിഷയങ്ങൾ കൊണ്ടുവന്ന് സാമൂഹ്യപരമായ ഒരു അഭിപ്രായം പറയുമ്പോൾ സ്ത്രീകളെ അങ്ങനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത്? അത് ഏത് പുരുഷനായാലും, ആ പുരുഷനായാലും സ്ത്രീ ആയാലും അത് വ്യക്തിത്വമില്ലായ്മയുടെ ലക്ഷണമാണ്. അവരുടെ മനസ്സിൽ അത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഒരു കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ആരെങ്കിലും വിഷയം പറയുമ്പോൾ വ്യക്തിപരമായി കൗണ്ടർ ചെയ്യാൻ പോകാറുണ്ടോ? ഇത്തരം വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടോ? അല്ല, അതിന്റെ ആവശ്യമില്ല. വ്യക്തിപരമായിട്ട് ആരെയും ആക്രമിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച് അവസാനം പിന്നെ തൃഷയുടെ പേര് വലിച്ചഴച്ച് പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇത് മിക്കവാറും ഈ കേസ് വളരെ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു കേവലം ഒരു മാപ്പ് പറച്ചിലിൽ ഒന്നും തീരുന്നതല്ല ഈ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ശക്തമായ, തീർച്ചയായിട്ടും സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്ക് കർശന നടപടി തന്നെ നേരിടേണ്ടി വരണം. അതിന് നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്. അല്ലാതെ മാപ്പ് പറഞ്ഞും ക്ഷമിച്ചുമൊക്കെ ഒതുക്കിക്കളയേണ്ട ഒരു വിഷയമല്ല ഇത്. തമിഴ്നാട് പോലീസ് അതിശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ തമിഴ്നാട് ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.